ഓക്കെ, അപ്പം നമുക്ക് നോക്കാവേ ക്വസ്റ്റ്യൻസ് നോക്കാം. ദ ഇന്നർമോസ്റ്റ് സെൻട്രൽ പോർഷൻ ഓഫ് എ ട്രീ. എന്തോ ഇന്നർമോസ്റ്റ് പോർഷൻ കാണാൻ ആൻസർ പറഞ്ഞേ? മെഡലറി റൈസ് ആണോ? അല്ല, സോറി, മെഡലറി റൈസ് ആണോ? അല്ല. കേമ്പിയം ലെയർ ആണോ? അല്ല. ആൻലർ റൈസ് ആണോ? അല്ല. ഇപ്പൊ നമ്മുടെ ആൻസർ വരാം പിത്ത്. ഇന്നർമോസ്റ്റ് സെൻട്രൽ പോർഷൻ എന്താ? പിത്ത്. ഇതാ പിത്ത് കേട്ടോ. അടുത്തത്, ട്രീസ് കോസ് ടു ഫോൾ ടു ദ ഗ്രൗണ്ട്. ഓക്കെ, എന്തിനാ പറയുന്നത്? മരം താഴെ നമ്മൾ വെട്ടിയിടുന്നതിന് എന്നാ പറയുന്നത്? നമ്മൾ മരം വെട്ടിയിടുന്നതിന് പറയുന്നത് ഫെല്ലിംഗ് ഓഫ് ട്രീസ്. കട്ടിംഗ് ഓഫ് ട്രീ ആണോ? ട്രീസ് കട്ട് ചെയ്യുക, പിന്നെന്താണ്? സോയിങ്, നോക്കിങ്. ഇതൊന്നുമല്ല, മരം ഫുള്ള് നമ്മൾ എന്ത് ചെയ്യുക? ഗ്രൗണ്ടിലോട്ട് വെട്ടിയിടുന്നതിന് പറയുന്നത് ഫെല്ലിംഗ് ഓഫ് ട്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, കട്ടിംഗ് ഓഫ് ട്രീസ് പറഞ്ഞാൽ ഒരു പാർട്ടൊക്കെ കട്ട് ചെയ്യുക. ഓക്കെ, ഫെല്ലിംഗ് ഓഫ് ട്രീസ് ആണ്. സോയിങ് അറിയാമല്ലോ, അതിനെ നമ്മൾ സോ ചെയ്തെടുക്കുന്നതിനാണ് സോയിങ് എന്ന് പറയുന്നത്, നോക്കിങ് അല്ല. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ. ഡിഫക്ട് ഇൻഡിക്കേറ്റഡ് ബൈ മാർക്ക് ഓൺ ഫിനിഷ്ഡ് സർഫസ് ഓഫ് ടിമ്പർ ഡ്യൂ ടു ഇംപ്രോപ്പർ പ്ലാനിങ്. ഇംപ്രോപ്പർ പ്ലെയിനിങ്. പ്ലെയിനിങ് കാരണം എന്തായിരുന്നു? ചിപ്പ് മാർക്ക്. പ്ലെയിനിങ്, ചിപ്പ് മാർക്ക് അല്ലേ? ചിപ്പ് മാർക്ക് എല്ലാവരും ഉണ്ടാകുന്നേ നമ്മൾ പ്ലെയിനിങ് മെഷീനിലോട്ട് കയറ്റി വിടുന്ന കാര്യം വിശദമായിട്ട് പറഞ്ഞായിരുന്നു. അപ്പൊ എന്താ? ചിപ്പ് മാർക്കാണ് നമ്മുടെ ആൻസർ. അടുത്ത് നോക്കിയേ. ഡീകേ ഓഫ് ടിമ്പർ ഈസ് ഓൾസോ നോൺ ആസ്. ഡിഫക്റ്റ് നമുക്കറിയാം, ടിമ്പർ ഡീകേ അങ്ങനെ നമ്മൾ ഡിഫക്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം. അതിന്റെ കൂടെ ഒരു സാധനം കൊണ്ട് കണ്ടോ, ഡിസീസ് എന്ന് പറഞ്ഞിട്ട് സാധനം തന്നിട്ടുണ്ട്. അപ്പം ഡിസീസ്, ടിമ്പർ നമുക്ക് ഡിസീസ് വന്നാൽ ടിമ്പർ ഡിസീസ് വരാം. അപ്പൊ എന്താണ് അവന്റെ ആൻസർ? എന്താണ്? ബോത്ത് എ ആൻഡ് ബി ആണ് അവന്റെ ആൻസർ. ഒന്നേ നമുക്ക് ഡിസീസ് എന്ന് പറയാം, അല്ലെ ഡിഫക്റ്റ് എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ. ഡ്യൂ ടു അറ്റാക്ക് ഓഫ് ഡ്രൈ റോട്ട് ദ ടിമ്പർ. ഡ്രൈ റോട്ട് വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും ടിമ്പർ? ഞാൻ പറഞ്ഞല്ലേ, തറവാട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ടിമ്പർ ഡ്രൈ റോട്ട് വന്നിട്ട് ഇങ്ങനെ ഉരുണ്ടുരുണ്ടായിട്ട് ഇരിക്കുന്നതാണ്. അതിനെന്താ പറയുന്നത്? റെഡ്യൂസ് ടു പൗഡർ. ഓക്കെ, ഇനി അടുത്ത് നോക്കിയത് നമ്മൾ റെഡ്യൂസ് ടു പൗഡർ നമ്മൾ ഡ്രൈ റോട്ട് കാരണം ഉണ്ടാകുന്നൊക്കെ പറഞ്ഞു. ഇനി അടുത്ത് നോക്കിയേ. ഇന്നർ പാർട്ട് ഓഫ് ടിമ്പർ ലോഗ് സറൗണ്ടിങ് പിത്തിന് സറൗണ്ടിങ് ആയിട്ട് വരുന്ന ഇന്നർ പാർട്ട് എന്താണ്? നമ്മുടെ ഹാർട്ട് വുഡ് ആണ് അല്ലേ? നമ്മുടെ എന്താണ് ആൻസർ? ഹാർട്ട് വുഡ് ആണ് നമ്മുടെ ആൻസർ. സാപ്പ് വുഡ് അറിയാലോ, ഹാർട്ട് വുഡിനും പുറത്ത് വരുന്നതാണ് സാപ്പ് വുഡ്. കേമ്പിയം ലെയർ അറിയാലോ, സാപ്പ് വുഡ് കഴിഞ്ഞിട്ട് ഇന്നർ ബാർക്കിന് അടുത്ത് വരുന്നതാണ് നമ്മുടെ സാപ്പ് വുഡ്. അപ്പൊ നമ്മുടെ ആൻസർ ഹാർട്ട് വുഡ് ആണ്. അടുത്ത് നോക്കിയേ. ദ പ്രസൻസ് ഓഫ് ഒറിജിനൽ റൗണ്ടഡ് സർഫസ് ഓൺ ദ മാനുഫാക്ചർഡ് പീസ് ഓഫ് ടിമ്പർ. അതായത് നമ്മൾ പറഞ്ഞു സണ്ണി വെയിനൊക്കെ ഓർക്കാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിരുന്നല്ലേ, എന്താ ഒരു പ്രാവശ്യം ഇങ്ങനെ റൗണ്ട് ആയിട്ട് ഇരിക്കുന്നതിന് എന്നാ പറയുന്നത്? വെയിൻ. ഡയഗണൽ ഗ്രെയിൻ അല്ല, ടോൺ ഗ്രെയിൻ അല്ല, ചിപ്പ് മാർക്ക് അല്ല. എന്താണത്? വെയിൻ ആണ്. ഓക്കെ, ഇത് കണ്ടോ, വെയിൻ. ഓർക്കാലോ. ഇനി അടുത്തത്, ബേസ്ഡ് ഓൺ ഡ്രൈ വെയിറ്റ് എ ഫ്രഷ്ലി ഫിൽഡ് ട്രീ മേ കണ്ടെയ്ൻ വാട്ടർ. എത്ര ശതമാനം വെള്ളം കാണും വെട്ടിയിട്ട മരത്തിൽ? 50% വെള്ളം കാണും. ഓക്കെ, അടുത്ത് നോക്കിയേ. അക്കോർഡിംഗ് ടു IS 399 1963 weight of timber is specified at എത്ര വാട്ടർ കണ്ടന്റാ? 12% മോയ്സ്ചർ കണ്ടന്റ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ സി. ഓക്കെ, ഓർക്കാലോ, 12% മോയ്സ്ചർ കണ്ടന്റ്. മോസ്റ്റ് ആണ്, എസ് കിട്ടുപോയി. എൻ്റെ കീബോർഡിന്റെ വിഷയം, ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ അറിയത്തില്ല. മോസ്റ്റ് ഫേവറബിൾ കണ്ടീഷൻ ഫോർ ദ റാപ്പിഡ് ഗ്രോത്ത് ഓഫ് ഫംഗൈ ഫോർ ഡ്രൈ റോട്ടീസ്. ഓക്കെ, അപ്പൊ എന്താണ്? നമുക്ക് ഒരു ഡ്രൈ റോട്ട് ഉണ്ടാകണമെങ്കിൽ മോസ്റ്റ് ഫേവറബിൾ കണ്ടീഷൻ എന്തായിരിക്കണം? ആബ്സെൻസ് ഓഫ് സൺലൈറ്റ്, ആബ്സെൻസ് ഓഫ് സാപ്പ്, ഡാംനെസ്. ഓക്കെ, ഇതെല്ലാം ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് ഡ്രൈ റോട്ട് ഉണ്ടാകും അല്ലേ? അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ഓൾ ഓഫ് ദീസ്. ഡ്രൈ റോട്ട് ഉണ്ടാകാൻ ഇതെല്ലാം ചാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മുടെ റീസൺസ് ഒക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? ഇനി അടുത്ത് എന്താ? ടീക്ക് വുഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ, നമ്മൾ പറഞ്ഞു ടീക്ക് വുഡ് ഹാർഡ് വുഡ് ആണ്. അപ്പൊ പോർട്സ് ആർട്ടിക്കിൾ, റെയിൽവേ സ്ലീപ്പർ, ഫർണിച്ചർ, ഇതെല്ലാം ഉണ്ടാക്കും തേക്ക് വുഡ് കൊണ്ട് അല്ലേ? അപ്പൊ എന്താണ്? ഓൾ ഓഫ് ദീസ് ആണ് നമ്മുടെ ആൻസർ. ഇനി അടുത്ത് നോക്കി. ഔട്ടർ ആനുലർ റിംഗ്സ് ബിറ്റ്വീൻ ഹാർഡ് വുഡ് ആൻഡ് ക്യാമ്പിയൻ ലെയർ. ഹാർഡ് വുഡിനും ക്യാമ്പിയൻ ലെയറിനും ഇടയ്ക്കാണെന്ന് ആരാണ്? നമ്മുടെ സാപ്പ് വുഡ്. സാപ്പ് വുഡിന്റെ വേറൊരു പേരെന്താണ്? ആൽബർണം, ആൽബർട്ട് ഐൻസ്റ്റീൻ, ആൽബർട്ട്ണം. ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു എസ് ഉണ്ടല്ലേ, ഐൻസ്റ്റീൻ ഒരു എസ് ഇല്ലേ, ഐൻസ്റ്റീൻ. ഓക്കെ, അപ്പൊ ആ എസ് കൂടെ ഓർക്കണം. എസ് സാപ്പ് വുഡ്, ആൽബർണം. അപ്പൊ നമ്മുടെ ആൻസർ ആൽബർണം. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ. ദ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ടിഷ്യൂസ് ഓഫ് വുഡ് കോസ്ഡ് ബൈ ഫംഗൈ ഈസ് കോൾഡ്. ഓക്കെ, ഫംഗൈ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യുന്നതിന് എന്താ പറയുന്നത്? റോട്ട് എന്ന് പറയുന്നത്. വെറ്റ് റോട്ട്, ഡ്രൈ റോട്ട്, ബ്ലൂ റോട്ട് അല്ലെ, അങ്ങനെയൊക്കെ നമ്മൾ കുറച്ചിട്ട് പഠിച്ചില്ലേ? ബ്രൗൺ റോട്ട്, വൈറ്റ് റോട്ട്, ഇതൊക്കെ പഠിച്ചില്ലേ? അതെല്ലാം എന്തായിരുന്നു? ഫംഗൈ ഉണ്ടാക്കുന്ന ഡിസിൻറ്റിഗ്രേഷൻ ആണ്, അല്ലെ ഫംഗൈ ഉണ്ടാക്കുന്ന ഡിസീസുകൾക്കാണ് റോട്ട് നമ്മൾ പറയുന്നത്. ഗ്രോത്ത് ഓഫ് ഫുഡ് ഈസ് സ്ലോവർ ഡ്യൂറിങ്. ഏത് മാസമായിരിക്കും വളരുന്ന കുറച്ചുള്ളത്? സമ്മർ. ഓക്കെ, എന്താണ് ആൻസർ? സമ്മർ. സമ്മറിൽ കുറച്ച് വെള്ളമല്ലേ കിട്ടത്തുള്ളൂ, ബാക്കി എല്ലാ വെള്ളം ഇവാപ്പറേറ്റ് ആയിട്ട് പോകും. അവന് കുറച്ച് വെള്ളം കിട്ടത്തുള്ളൂ. വെള്ളം കിട്ടിയില്ല നന്നായിട്ട് വളരാൻ പറ്റുമോ? ഇല്ലല്ലോ.
സമ്മർ ആൻസർ. അടുത്ത എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എൻഡോജീനസ് ട്രീ? എൻഡോജീനസ് എന്ന് പറഞ്ഞാൽ ആരാണ്? അവന് അകത്തോട്ട് വളരുക. ഈ എൻഡോജീനസ് എക്സോജീനസ് ക്വസ്റ്റ്യൻ വരുമ്പോഴേ നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മതി. മൂന്നെണ്ണം ഒരേപോലത്തെ ആയിരിക്കും, ഒരുത്തും വ്യത്യാസം കാണും. ഇവിടെ നോക്കിയാൽ ബാമ്പു, കെയിൻ, കോക്കനട്ട് മൂന്നെണ്ണം ഒരുപോലെ, ഇവനല്ലേ വ്യത്യാസം. അപ്പൊ കണ്ണും പൂട്ടി ടേപ്പ് ചെയ്തിട്ടാണ് കേട്ടോ. ടേപ്പ് എന്താണ്? എക്സോജീനസ് ആണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കി. ബാമ്പു ഇസ് എ ബിൽഡിംഗ് മെറ്റീരിയൽ മെയിൻലി യൂസ്ഡ് ഫോർ. ബാമ്പു എന്തിനാ യൂസ് ചെയ്യുന്നത്? ഫിനിയൽ പർപ്പസ്. ഫിനിയൽ എന്ന് പറഞ്ഞാൽ ഡെക്കറേറ്റീവ് ആണ്, ഡെക്കറേറ്റീവ് പർപ്പസിന്. പിന്നെന്താണ്? മെയിൻലി നമ്മളോട് ചോദിച്ചേക്കുന്നത് ഡെക്കറേറ്റീവ് പർപ്പസിന് ബാമ്പു യൂസ് ചെയ്യുകയോ ചെയ്യും. ടിമ്പർ ഡ്രസ് മേക്കിംഗ്. ഡ്രസ് മേക്കിംഗ് നമ്മൾ ഇപ്പൊ എന്താ ചില ആദിവാസി അങ്ങനെയൊക്കെ കുടിലുകളിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? റീഇൻഫോഴ്സ്മെന്റ്, നമ്മുടെ എന്താ ബാമ്പു റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഒക്കെ ഇപ്പം എസ്റ്റാബ്ലിഷ് ആയി വരുന്നുണ്ട്. ആർ ശങ്കർ ഒക്കെ ഇല്ലേ, ആർക്കിടെക്ട്. ഓക്കെ, അപ്പൊ എന്താണ് പക്ഷെ മെയിൻലി യൂസ്ഡ് ഫോർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഇവനെ സ്കാഫോൾഡിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. മെയിൻലി എന്നൊരു വാക്കുകളുണ്ട്, ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി അടുത്ത എന്താ? ടൈപ്സ് ഓഫ് ഡിഫെക്ട് കോസ് ഡ്യൂ ടു ഫംഗൽ ആക്ഷൻ. ഫംഗൽ ആക്ഷൻ കാരണം ഉണ്ടാകുന്ന എന്താ? ബ്ലൂ സ്റ്റെയിൻ ഉണ്ട്, ഡ്രൈ റോട്ട് ഉണ്ട്, ബ്രൗൺ റോട്ട് ഉണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? ഓൾ ദ എബോവ് ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പം കഴിഞ്ഞ്. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക. ഈ ഏരിയയിൽ നിന്ന് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് വരാനുണ്ട്, ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ആഡ് ചെയ്യാമേ. ഓക്കെ, അപ്പം താങ്ക് യു. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയണം, മെസ്സേജ് അയച്ചാൽ മതി. ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കണം. ഓക്കെ, താങ്ക് യു.